പ്രശ്നവുമായിട്ട് ഒരാൾ വരുന്ന സമയത്ത് എങ്ങനെയാണ് അവരുടെ അടുത്ത് സംസാരിക്കുന്നത്? ഇപ്പോ ഹാർട്ടിന് പ്രശ്നമുള്ള ആൾ അതിനെ കുറിച്ച് മാത്രമാണ് ഡോക്ടേഴ്സ് സംസാരിക്കുക. നമ്മൾ എങ്ങനെയാണ് ഒരു രോഗീനെ അപ്രോച്ച് ചെയ്യുക? നമ്മൾ രോഗീനെ അപ്രോച്ച് ചെയ്യുന്ന അതിന്റെ എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്യണം. ഇപ്പൊ ഒരു ഞാൻ ഉദാഹരണം പറയാം. ഒരു ക്ലെഫ്റ്റ് ലിപ്പ്, ഒരു മുറിച്ചുണ്ടായിട്ടൊരു കൊച്ചിന് ജനിച്ചു ഉടനെ കൊണ്ടുവരികയാണ്, പാരൻസ് കൊണ്ടുവരണം. അവർ ഭയങ്കര വെറീഡായിരിക്കും. ഈ കൊച്ചിനെ എന്ത് ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാം, എപ്പോഴൊക്കെ സർജറി ചെയ്യണം, അതിന്റെ ഭാവി എന്തായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ സ്കാർ എങ്ങനെയായിരിക്കും. അപ്പം നമ്മൾ ആദ്യം ഒരു ഡീറ്റെയിൽഡ് ഹിസ്റ്ററി എടുക്കണം. വീട്ടിൽ വേറെ ആർക്കെങ്കിലും ഇതുപോലെ ഉണ്ടോ, പിന്നെ ഇതിനോട് അസോസിയേറ്റഡ് എന്തെങ്കിലും അനോമലീസ് ഉണ്ടോ, അതെല്ലാം നമ്മൾ നോക്കും. കൺജന്റ് അനോമലീസ് വേറെ അസോസിയേറ്റഡ് ഉണ്ടോ, അത് റൂൾ ഔട്ട് ചെയ്യണം. പിന്നെ എൻ്റെ സർജിക്കൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇത്ര മാസമാകുമ്പോൾ ഇത് ചെയ്യണം, അത് കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡറി കറക്ഷൻസ് എപ്പോഴെങ്കിലും ചെയ്യേണ്ടി വരണമെങ്കിൽ അത് വേണ്ടി വരും. പിന്നെ ഇതൊക്കെ ഡീഫോമിറ്റീസ് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഇപ്പൊ പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ അതിന്റെ കോസ്റ്റ്, ഇപ്പൊ അവർക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണോ, അവർക്ക് അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് എവിടേക്ക് പറഞ്ഞ് റെഫർ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി അതിന്റെ കോംപ്ലിക്കേഷൻ, സർജറി കോംപ്ലിക്കേഷൻസും അതിന്റെ ഔട്ട്കവും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഒരു പേഷ്യന്റ് നമ്മളറിയണം. എന്നാലേ നമുക്ക് ചോദിക്കാൻ പറ്റും. അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, ഇന്നൊക്കെയാണ് സംഭവിക്കാൻ പറ്റും. അങ്ങനെ പിന്നെ ആർക്കും കംപ്ലൈന്റ് ഉണ്ടാവാറില്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞ പേഷ്യൻസിൻ്റെ അടുത്ത് ഒരിക്കലും ഈ സാമ്പത്തികം ഉണ്ടല്ലോ വശം, അത് പറഞ്ഞിട്ട് തിരിച്ചു വിടാറില്ല. ഞാൻ എന്തെങ്കിലും മാർഗം കണ്ടെത്തുന്ന അവർക്ക് സർജറി ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് വെച്ചിട്ട് ഒരു പേഷ്യന്റിന് തിരിച്ച് അയക്കാറില്ല. പല സ്ഥലങ്ങളിലും ചെയ്യാൻ പറ്റാത്ത കേസുകൾ, അങ്ങനത്തെ കേസുകളൊക്കെ മെയിൻലി പ്ലാസ്റ്റിക് സർജന്റെ അടുത്തേക്ക് വരിക. കുറേയധികം കേസുകളുണ്ട്, കുറേ വെറൈറ്റി ഓഫ് കേസസ്. അതൊക്കെ ഡീൽ ചെയ്യാം. അതൊക്കെ ഇന്നൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കും. അപ്പം അവർക്കും അവരിലും കോൺഫിഡൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം നമ്മൾ സർജറി ചെയ്യുന്നതിന് മുമ്പ്. അപ്പൊ നമ്മൾ ചെയ്തപ്പോൾ ഏത് സർജറി എന്ത് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാവും. നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ എപ്പോഴും. അപ്പൊ നമ്മളിത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവരൊക്കെ അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കാറില്ല, ഇതുവരെ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ നമ്മള് എങ്ങനെ പേഷ്യന്റിന്റെ അടുത്ത് തുടക്കത്തിൽ ഇനീഷ്യൽ ബിഹേവ് ചെയ്യോ അതനുസരിച്ചായിരിക്കും തിരിച്ചും ഇങ്ങോട്ടും. നമ്മളെപ്പോഴും എന്താ പറയാ, ശരിയായ കാര്യങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ. എപ്പോഴും ട്രാൻസ്പെറന്റ് ആയിരിക്കണം എല്ലാ കാര്യത്തിലും. അതാണ് എനിക്ക് എല്ലാവരുടെ അടുത്തും പറയുന്നത്. പക്ഷേ തിരിച്ചു പലപ്പോഴും അല്ലാത്ത ന്യൂസുകളും പുറത്തുനിന്നും പലർക്കും വരാറുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ മനസ്സിലേക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചത്.